ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ SIT സമർപ്പിച്ച VSSC റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലെന്ന് കോടതി. സന്നിധാനത്തെ സ്വർണ്ണപ്പാളി മാറിയെന്ന് സംശയം. സന്നിധാനത്ത് വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ കോടതി അനുമതി നൽകി. നാളെ SIT പരിശോധന നടത്തും. പഴയ വാതിലിൽ സ്വർണം പൊതിഞ്ഞത് പരിശോധിക്കും. ഹൈക്കോടതിയുടെ ഇടക്കാല റിപ്പോർട്ട് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. D. ബിനോയ് ചേരുന്നു. ആ ഇടക്കാല റിപ്പോർട്ടിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? MS വലിയ തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് ശബരിമലയിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ അന്വേഷിക്കണമെന്നും സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം എന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം 1999 സ്വർണം പൊതിഞ്ഞ വസ്തുക്കൾ മാറ്റപ്പെട്ടിരിക്കുന്നു. പകരം കുറഞ്ഞ സ്വർണം ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ ചെമ്പുപാളികൾ പൂശിയിരിക്കുന്നത് എന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിനെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എത്രയും വേഗം കൂടുതൽ അന്വേഷണം നടത്തണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലേക്ക് എത്തുന്നത്. സ്വർണ്ണപ്പാളികൾ, അതായത് ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുന്നതിനപ്പുറം സ്വർണം പൊതിഞ്ഞ വാതിൽ കട്ടളപ്പാളികളും പരിശോധിക്കും. ഇത്തരത്തിൽ 2 പരിശോധനകളാണ് പ്രധാനമായും നാളെ നടത്തുക. അതേസമയം വാജിവാഹനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നേരത്തെ ഹൈക്കോടതി കമ്മീഷൻ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ഈ പഴയ കൊടിമരം പൊളിച്ചു മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ്. പക്ഷെ ആ റിപ്പോർട്ട് നിലനിൽക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് കൂടുതൽ അന്വേഷണം നടത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, അതായത് നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ, അതായത് ചില ആളുകളിൽ നിന്നും പൈസ പിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായി ഈ കൊടിമര നിർമ്മാണത്തിനായി സഹായം തേടിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം കൂടി നടത്തണം എന്നുകൂടി ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാന കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന മുഴുവൻ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവ തൽക്കാലം മരവിപ്പിക്കാനാണ് നിർദ്ദേശം. മാത്രവുമല്ല, ഇവരുടെ ആസ്തി പട്ടിക കണ്ടെത്തണം എന്നൊരു നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് 2024, 2025, അതായത് 2025 ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ ചെമ്പുപാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയത്. ഇതായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു റിപ്പോർട്ടായി ഹൈക്കോടതി മുന്നിലെത്തിയതും. അത് പിന്നീട് അന്വേഷിച്ചപ്പോൾ ദ്വാരപാലക വിഗ്രഹത്തിന്റെ ചെമ്പുപാളികൾ പുറത്തു കൊണ്ടുപോയതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ സമയത്തുണ്ടായിരുന്ന ബോർഡ് അംഗങ്ങളെ കുറിച്ചുള്ള അന്വേഷണവും നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് 2024, 2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന TS പ്രശാന്തിന്റെ കാലത്ത് നടത്തിയിട്ടുള്ള ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതായത് വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത. മാത്രവുമല്ല, ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന വിലയിരുത്തലും ഒപ്പം ചേരുന്നുണ്ട്. മാത്രവുമല്ല, കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് നീളും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൂചന. ആ ഇടക്കാല വിധിയിലും അത് തന്നെയാണ് നൽകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 20 വർഷത്തിനിടയ്ക്ക് ശബരിമല സന്നിധാനത്ത് നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചുമുള്ള ഒരു വലിയ അന്വേഷണത്തിലേക്ക് നീങ്ങും എന്ന് ഉറപ്പാണ്. 1991 സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട റെക്കോർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് ഹൈക്കോടതി ഈ കഴിഞ്ഞ 20 വർഷത്തെ ഇടപാടുകളും ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തികളെ കുറിച്ചുമുള്ള ഒരു അന്വേഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. MS ശരി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ വ്യാപ്തി വിലയിരുത്താൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷമാണ് കോടതിയുടെ നിർദ്ദേശം. റിപ്പോർട്ട് സങ്കീർണമാണ് എന്നാണ് ദേവസ്വം ബെഞ്ച് വിലയിരുത്തിയത്. സ്വർണം പൊതിഞ്ഞ പാളികൾ മാറ്റി പുതിയവ സ്ഥാപിച്ചോ എന്നതിൽ വ്യക്തത വരുത്തണം.
ഇതിനായി ISROയിലെ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മൊഴിയെടുക്കാൻ കോടതി SITക്ക് ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അന്വേഷണ സംഘം നാളെ ശബരിമല സന്ദർശിക്കാൻ പോകുന്നു. ശ്രീകോവിലിലെ 2 വാതിലുകളിലെ സാമ്പിൾ സംഘം എടുക്കും. ഈ കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ISROയിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ട് അടച്ചിട്ട മുറിയിൽ പരിഗണിച്ച കോടതി ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചു. സ്വർണ്ണപ്പാളികളിലെ സ്വർണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് VSSCയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മാറ്റി പകരം പുതിയ പാളികൾ എത്തിച്ചോ എന്നതിൽ പരിശോധനാ ഫലത്തിൽ വ്യക്തത ഉണ്ടാവും. സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് തന്ത്രി സമാജം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി മറ്റ് ഹർജികൾക്കൊപ്പം പരിഗണിക്കാൻ മാറ്റി.